തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെ ഇതുവരെയും കണ്ടെത്താനായില്ല. വിയ്യൂർ ജയിലിന്റെ പരിസരത്ത് വെച്ചാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങഴിച്ചപ്പോൾ ബാലമുരുകൻ ഓടിപ്പോയത്. പ്രതിയെ പിടികൂടാൻ തമിഴ്നാട്ടിലടക്കം തെരച്ചിൽ നടത്തിയിട്ടും പരാജയമായിരുന്നു ഫലം. നിരവധി തവണ ജയിൽ ചാട്ടം നടത്തിയിട്ടുള്ള ബാലമുരുകൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലീസ് എത്തിയെങ്കിലും ഇയാളെ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബാലമുരുകന് രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസിന്റെ ഒത്താശയുണ്ടായോ? ബാലമുരുകൻ മറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? അമൽ സുരേന്ദ്രന്റെ റിപ്പോർട്ട്. ജനങ്ങളെ അതിക്രൂരമായി ആക്രമിച്ച് കവർച്ച നടത്തുന്ന കൊടും കുറ്റവാളി ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് തൃശൂരിൽ കാണാമറയത്തായിട്ട് ഏകദേശം ഒരാഴ്ചയോളം അടുക്കുന്നു. ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പ്രതിക്ക് വേണ്ടി കേരള പോലീസും തമിഴ്നാട് പോലീസും ഇരുട്ടിൽ തപ്പുമ്പോൾ ഭയചകിതരാകുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സാധാരണക്കാരായ ജനങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരികയായിരുന്ന പ്രതിയെ എന്തുകൊണ്ട് വിലങ്ങ് വെച്ചില്ല എന്ന ചോദ്യമുയർന്നപ്പോൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഊരിയതാണ്. പിന്നീട് വിലങ്ങണിയിക്കാൻ മറന്നുപോയി എന്ന അലംഭാവത്തോടെയുള്ള മറുപടിയാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതി തങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷവും തമിഴ്നാട് പോലീസ് കേരള പോലീസിനെ വിഷയം ധരിപ്പിക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കി. പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സമയമൊരുക്കി കൊടുക്കുകയായിരുന്നോ എന്ന സംശയവും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. സംഭവ സമയത്ത് പ്രതിക്കൊപ്പമുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികളുണ്ടായി. പക്ഷേ അപ്പോഴും ക്രിമിനൽ പശ്ചാത്തലമുള്ള വലിയ രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇത്തരമൊരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട പ്രാഥമികമായ കടമകൾ പോലും നിറവേറ്റാതിരുന്നത് ദുരൂഹമെന്ന് പറയാതെ വയ്യ. ചാടിപ്പോയതിനു ശേഷം വിയ്യൂരിലെ ഒരു വീട്ടിൽ കയറി ഇരുചക്ര വാഹനം മോഷ്ടിച്ച് കടന്നു കളഞ്ഞുവെന്ന അനുമാനം നിലനിൽക്കുമ്പോഴും പ്രതിയുടെ സഞ്ചാരപാതയുടെ സൂചനകളോ വ്യക്തമായ തെളിവുകളോ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. രാത്രി 11 മണി വരെ വീട്ടിൽ ലേറ്റ് ഉണ്ടായിരുന്നു. അതുവരെ പോയിണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതേ റൂട്ടിൽ നിന്ന് തന്നെ പണ്ട് ബാലമുരുകൻ ഒരു സ്കൂട്ടർ പണ്ട് ഒരു വർഷം മുമ്പ് പോയിട്ട് പിടിക്കപ്പെടുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈറ്റ് ഫീൽഡ് കോളനി ഉണ്ട്. ആ വൈറ്റ് ഫീൽഡ് കോളനിയിൽ ഇന്നലെ രാത്രി ഇതേപോലെ സ്കൂട്ടർ ആരോ എടുക്കാൻ നോക്കി. ബാലമുരുകനാണെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മളുടെ അനുമാനങ്ങളാണ്. അപ്പോൾ ആ വീട്ടുകാരെ അറിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് രാത്രി 12 മണി വരെ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ വൈറ്റ് ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹമായിരിക്കാമെന്ന് അനുമാനിക്കുന്നു. നമുക്ക് പറയാൻ കഴിയില്ല. ഈ വാഹനത്തിനകത്ത് എത്രത്തോളം പെട്രോൾ ഉണ്ടായിരുന്നു? എത്ര ദൂരം യാത്ര ചെയ്യാൻ കഴിയും? 200 രൂപയുടെ പെട്രോൾ ഉണ്ട്. ഏറ്റവും ഒടുവിൽ 200 രൂപയുടെ പെട്രോൾ ഉണ്ട്. പിന്നെ താക്കോൽ അതുമിന് ഉണ്ടായിരുന്നു. ഹെൽമെറ്റും കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റീൽ ബേഡ് ഹെൽമെറ്റും കൊണ്ടുപോയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ വീട്ടിൽ നിന്ന്? ഇല്ല ഒന്നുമില്ല. ബൈക്ക് മാത്രമായിട്ട് എടുത്തിരിക്കും? ആ ബൈക്കല്ല, ആക്റ്റീവ സ്കൂട്ടർ മാത്രമായിട്ട് എടുത്തു. അത്ര തന്നെ. നിലവിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേരള പോലീസും തമിഴ്നാട് പോലീസും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്.
പ്രതിയുടെ സുഹൃത്തുക്കളുടെയും ഭാര്യ അടക്കമുള്ള ബന്ധുക്കളുടെയും ഫോൺ രേഖകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. 2 സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നതിനപ്പുറം സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷയ്ക്കുമേലുള്ള പ്രശ്നമാണ് ബാലമുരുകനെ വീണ്ടും വിലങ്ങണിയിക്കുക എന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.